വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമിഴ്നാട്ടിലുണ്ടാവുമ്പോൾ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് എന്നിങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്കറിയാമെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മോയ്സ്ചറൈസർ യൂസ് ആക്കുന്നവരാണ്. പക്ഷേ പലർക്കും ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, എന്തിനാണ് യൂസ് ആക്കേണ്ടത്, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നൊന്നും പ്രോപ്പറായിട്ട് അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്. സോ അതാണ് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ മോയ്സ്ചറൈസർ? ഈ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന് ജലാംശം ആവശ്യമാണ്. അത് നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. സോ സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളാണ് നമുക്കുള്ളത്. തനിയെ തന്നെ ഗ്ലോ ആവുകയും ബ്രൈറ്റൻ ചെയ്യും. നമ്മൾ പ്രോപ്പറായിട്ട് ഈ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പലരും ചിന്തിക്കുന്നത് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ആണെന്നാണ്. ഇത് ഒരിക്കലും സ്കിൻ കെയർ എന്ന് പറയുന്നത് മേക്കപ്പ് അല്ല. ഇപ്പം നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഇടുമ്പോഴത്തേനും തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇവിടെ എന്ത് കുട്ടിയാണ്, ഇതെന്തൊക്കെയാണ് ഇവിടെ തേക്കുന്നതെന്നൊക്കെ പലരും പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ആണ്. നമ്മൾ സ്കിൻ കെയർ ചെയ്താൽ മാത്രമേ അത് ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കത്തുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവരെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പം വെഡ്ഡിങ് കഴിഞ്ഞ് വലിയ കുട്ടികളൊക്കെ ഉള്ളവരുടെ തന്നെ അവർ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. അവർക്കൊരു പ്രായം തോന്നിക്കത്തില്ല. അവർ സ്കിന്ന് ഭയങ്കര ഗ്ലോ, ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആണ്. ഈ ചുളിവും കാര്യങ്ങളൊന്നും കാണത്തില്ല. അങ്ങനത്തെ കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കിന്ന് നമ്മുടെ വരണ്ട് ഒരുമാതിരി വലിഞ്ഞു മുറുകിയിരിക്കും. അതൊക്കെ മാറി നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ മോയ്സ്ചറൈസർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ഒരാളുടെ സ്കിന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ അത്ര ഹെൽത്തിയും സോഫ്റ്റും ആയിരിക്കും അവരുടെ സ്കിൻ എന്ന് പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. നമ്മളെല്ലാവരും പുറത്ത് പോകുന്നവരാണ്, ട്രാവൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആ ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിലൊരു സംരക്ഷണ പാളി എന്ന് പറയുക, ഒരു പ്രൊട്ടക്റ്റീവ് പാളി നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഈ ഡസ്റ്റിൽ നിന്നും ഈ പൊല്യൂഷനിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നവർക്കും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവർക്കൊന്നും വേറെ തന്നെ ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം നമ്മൾ ഈ സന്തൂർ മമ്മി സ്കിൻ ടോൺ ഇല്ലേ, അതുപോലെയൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്താൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. നമ്മൾ അടുത്തിനി നോക്കാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. നമ്മളെല്ലാവരും നല്ല വരണ്ടിരിക്കുന്ന സ്കിന്നിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് വെറ്റായിട്ടുള്ള സ്കിന്നിൽ യൂസ് ചെയ്യുന്നതാണ്. ഏതൊരു സാധനം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഫേസ് പാക്ക് ആയാലും ഫേസ് മാസ്ക് ആയാലും സ്കിൻ കെയർ ആയാലും എന്ത് ചെയ്യുന്നതിന് മുന്നേയും നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഫേസ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ചെയ്യാണ്ട് നമ്മൾ സ്കിൻ കെയർ ബാക്കി പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കും. സോ വാഷ് ചെയ്തിട്ട് മാത്രം ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് നല്ലത്. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് കൂടുതൽ ഹൈഡ്രേഷൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കൂടുതൽ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് വരുത്തും. കുറച്ച് യൂസ് ചെയ്യാൻ പാടില്ല, കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിന് എത്ര എമൗണ്ട് ഓഫ് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അത് മാത്രം നമ്മുടെ സ്കിന്നിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇച്ചിരി നനവോടുകൂടി നമ്മുടെ സ്കിൻ നനഞ്ഞിരിക്കുന്ന ടൈമിൽ ഭയങ്കര വെറ്റല്ല, ചെറിയൊരു നനവുള്ള ടൈമിൽ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴത്തേനും അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് എഫക്റ്റീവ് ആവുകയും കൂടുതൽ നേരം ഹൈഡ്രേഷൻ നിൽക്കുകയും ചെയ്യും.
നമ്മൾ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിൽ എന്തായാലും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് ഉറപ്പായിട്ട് നമ്മുടെ സ്കിന്നിൽ ചുളികൾ വരെയും വരകൾ വീഴുകയും ചുളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര നമ്മുടെ മുഖത്തിന് നല്ല രീതിയിൽ വൃത്തികേടാക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളിന്ന് ഈ വീഡിയോയിൽ എന്താണ് മോയ്സ്ചറൈസറിൻ്റെ ഗുണങ്ങൾ, എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.